ചെല്ലാനം കൊച്ചി തീരസംരക്ഷണ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രഖ്യാപനം നടന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും സർക്കാർ സ്വീകരിക്കാത്തത് വഞ്ചനയാണെന്ന് ചെല്ലാനം കൊച്ചി ജനകീയവേദി. രണ്ടാം ഘട്ട തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിലാണ് ജനകീയവേദി ഭാരവാഹികളുടെ ആരോപണം. ചെല്ലാനം കൊച്ചി തീരസംരക്ഷണ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രഖ്യാപനം നടന്നിട്ട് വർഷമൊന്നായിട്ടും പ്രഖ്യാപനത്തിനപ്പുറം യാതൊരുവിധ നടപടിയും സർക്കാർ സ്വീകരിക്കാത്തത് വഞ്ചനയാണെന്ന് ചെല്ലാനം കൊച്ചി ജനകീയവേദി ആരോപിച്ചു. രണ്ടാം ഘട്ട തീരസംരക്ഷണത്തിന് 247 കോടി അനുവദിച്ചെന്ന കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന പ്രചാരണങ്ങളുടെ സത്യാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിലാണ് ജനകീയവേദി ഭാരവാഹികൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങളെ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ വർഷം കടൽക്കയറ്റത്തിന്റെ സമയത്ത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചെല്ലാനം കൊച്ചി തീരസംരക്ഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിന് 320 കോടി രൂപ വേണമെന്ന് കണക്കാക്കുന്നതായി പ്രഖ്യാപിക്കുകയും തുടർന്ന് 247 കോടി രൂപ പാസാക്കിയതായും പ്രചരണം നടന്നിരുന്നു. എന്നാൽ നാളിതുവരെ രണ്ടാം ഘട്ടത്തിന് ഒരു തുകയും അനുവദിച്ചിട്ടില്ലെന്നതാണ് ജനകീയവേദിയുടെ ആരോപണം. ചെല്ലാനം കൊച്ചി തീരസംരക്ഷണത്തിന് വാസ്തവത്തിൽ കോടികളുടെ ആവശ്യമില്ലെന്നും കൊച്ചിൻ പോർട്ട് ഡ്രഡ്ജ് ചെയ്തെടുത്ത് പുറം കടലിൽ തള്ളുകയും വിൽക്കുകയും ചെയ്യുന്ന മണ്ണ് തീരത്ത് നിക്ഷേപിച്ച് എളുപ്പത്തിൽ തീര പുനർനിർമ്മാണം നടത്താൻ കഴിയുമെന്നും ജനകീയവേദി ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി, VT സെബാസ്റ്റ്യൻ, ജോസഫ് ജയൻ കുന്നിൽ, ജോസഫ് അറക്കൽ, ഷാജി പൊള്ളയിൽ, കുര്യൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മിഴിവുള്ള സ്ഫടിക തുല്യമായ കാഴ്ചകൾക്ക് അയ്യാൻ ലെൻസ് തോപ്പുംപടി. കൃത്യതയോടെയും ഗ്യാരണ്ടിയോടും കൂടിയ നേത്ര പരിശോധന. നേത്ര സംരക്ഷണ രംഗത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. അയ്യാൻ ലെൻസ്, കണ്ണുകൾക്ക് തുണയായി എന്നും നിങ്ങളോടൊപ്പം.